അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഫളീല കോഴ്സുകളിലെ ഫാദില 2ാം വർഷ വിദ്യാർത്ഥിനികളെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മിൻ അൻവാരിൽ ഖുർആൻ എന്ന പുസ്തകമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പറയുന്നതോടൊപ്പം പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഈ ഉള്ളടക്കം എങ്ങനെയാണ് വിദ്യാർത്ഥിനികളിലേക്ക് എത്തിക്കേണ്ടത് എന്നത് കൂടി പറയുകയാണ് നമ്മുടെ ഉദ്ദേശം. ഇത് പറയുമ്പോൾ ഇതെങ്ങനെ പഠിപ്പിക്കണം എന്നത് ആദ്യം പറയേണ്ടതുണ്ട്. ഇത് അറബിയിലാണ്, മുഴുവനായും അറബിയിലാണ് ഈ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ പദാനുപദം എല്ലാ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞ് ചേർത്ത് വെച്ച് പഠിപ്പിക്കുക എന്നത് ഈ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ പുസ്തകത്തിലെ പാഠങ്ങളുടെ ഘടന ഒരു സന്ദേശം, ആ സന്ദേശത്തിനോട്, അതായത് വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള ഒരു സന്ദേശം, ആ സന്ദേശം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരായത്ത്, ആ ആയത്തിൻ്റെ വിശദീകരണം, അതാണ് ഓരോ പാഠത്തിലും ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ ആക്ടിവിറ്റികൾ അതിൻ്റെ ശേഷം ചോദ്യോത്തരങ്ങളായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറബി പഠിപ്പിക്കാനുള്ളതല്ല, അത് പ്രധാനമായി ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണത് പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം അധ്യാപിക ഓരോ പാഠവും അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കുക, ആവശ്യമെങ്കിൽ റെഫർ ചെയ്യുക. അങ്ങനെ തയ്യാറായതിനു ശേഷം മാത്രം പഠിപ്പിക്കുമ്പോൾ എന്താണ് ഈ പാഠത്തിൻ്റെ സന്ദേശം എന്നത് മാതൃഭാഷയിൽ വളരെ വിസ്തൃതമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആദ്യം തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ പാഠത്തിലെ ഓരോ വാചകങ്ങൾ വായിക്കുകയും അറബിയിൽ വായിക്കുകയും അതിൻ്റെ അർത്ഥം വാചകമായി തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കുറേ അറബി വാക്കുകൾ ലഭിക്കേണ്ടതുണ്ട്. അറബി വാക്കുകൾ 3 വിധമാണ്: ഫിഅലുകൾ, ഇസ്മുകൾ, ഹർഫുകൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന അത്ര ഫിഅലുകൾ വേറെയും ഇസ്മുകൾ വേറെയും ഹർഫുകൾ വേറെയുമായി അർത്ഥത്തോടൊപ്പം നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിൻ്റെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റികൾ, ചോദ്യോത്തരങ്ങൾ, അത് നിർബന്ധമായും പരിപൂർണമായും അറബിയിൽ മാത്രം ചെയ്യിക്കുക, അറബിയിൽ മാത്രം ചെയ്യേണ്ടതാണ്. അപ്പോൾ തുടക്കത്തിൽ സമ്പൂർണമായ രീതിയിൽ അറബിയിൽ ചെയ്യുവാൻ അധ്യാപകന്മാർ സഹായിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ 1, 2, 3 പാഠങ്ങൾ പിന്നിടുമ്പോഴേക്കും അറബിയിൽ സ്വയം ഉത്തരം ചെയ്യാനുള്ള ശേഷി ഇൻഷാ അല്ലാഹ് അവർക്കുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇത് ഫാദില 2ാം വർഷമാണ്. ഫാദില 1ാം വർഷത്തിനേക്കാൾ അധികം വാക്കുകൾ പഠിക്കുവാനും പ്രയോഗങ്ങൾ പഠിക്കുവാനും അറബി ഭാഷയുമായി അടുക്കുവാനും കൂടുതൽ ശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. ആ ശ്രമം വിദ്യാർത്ഥിനികളാണ് നടത്തേണ്ടത്. പക്ഷേ വിദ്യാർത്ഥിനികൾ ഏത് ശ്രമം നടത്തണമെങ്കിലും അധ്യാപകർ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ആ അർത്ഥം ശ്രദ്ധിക്കണം. 1ാമത്തെ പാഠം, അതിൽ ഒരു അച്ചടക്കമാണ് പഠിപ്പിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരോട് വിശുദ്ധ ഖുർആൻ പാലിക്കാൻ പറയുന്ന അച്ചടക്കമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം, നാണം എന്ന് പറയുന്നതൊക്കെ അവരുടെ ഏറ്റവും വലിയ അലങ്കാരമാണ്, ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയരുത്. പറയുന്നതെല്ലാം വളരെ ജെന്റിലായ, വളരെ മാന്യമായ കാര്യങ്ങൾ മാത്രമായിരിക്കണം എന്ന പാഠമാണ് ഇതിൽ പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നബിയുടെ ഭാര്യമാരോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ നബിയുടെ ഭാര്യമാർക്ക് തന്നെ അങ്ങനെയാണ് എങ്കിൽ, നബിയുടെ ഭാര്യമാരോട് തന്നെ അള്ളാഹു അങ്ങനെയാണ് പറയുന്നത് എങ്കിൽ പിന്നെ സാധാരണ സ്ത്രീകൾ തീർച്ചയായും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഒരു സന്ദേശം. 2ാമത്തെ പാഠത്തിൽ ഒരു സ്ത്രീയുടെ കഥ പറയുകയാണ്. ഹൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹായുടേത്. അവരുടെ ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി.
പ്രശ്നമുണ്ടായപ്പോൾ അവരെ ഏറ്റവും അധികം മഥിച്ച വേദന അവരുടെ കുട്ടികളായിരുന്നു. അത് അവർ നബിയോട് തുറന്നു പറഞ്ഞു. അവരുടെ ഭർത്താവ് ലിഹാർ ചെയ്തതായിരുന്നു. ലിഹാർ ചെയ്താൽ ബന്ധം മുറിഞ്ഞു എന്നായിരുന്നു ആ കാലഘട്ടത്തിലെ അറിവ്. നബിയും അത് തന്നെ പറഞ്ഞു ഖൗലയോട്. പക്ഷേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വേദനിക്കുന്ന ഹൃദയവുമായി ഖൗല ബിന്തു തഅലബ അള്ളാഹുവിലേക്ക് നോക്കിയപ്പോൾ അള്ളാഹു അവരുടെ വാക്ക് കേട്ടു. അപ്പോൾ ആ സംഭവം പറയുന്നു. അതോടൊപ്പം അതിലെ ലിഹാർ എന്ന് പറയുന്ന അപൂർവമായി നാം കേൾക്കുന്ന, അപൂർവമായി നാം പറയുന്ന ഫിഖ്ഹിൻ്റെ പാഠങ്ങളും പറയുന്നു. മൂന്നാമത്തെ പാഠത്തിൽ കുടുംബജീവിത വിജയത്തിൻ്റെ മഹാരഹസ്യങ്ങൾ പറയുകയാണ്. അത് ഇന്നത്തെ കാലത്തെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു പാഠമാണ്. ഇന്ന് വിവാഹങ്ങളെക്കാളേറെ വിവാഹമോചനങ്ങളാണ് നടക്കുന്നത്. വിവാഹമോചനങ്ങൾക്ക് കയ്യും കണക്കുമില്ലാതെയായി തീർന്നതിനാൽ നമ്മുടെ നാട്ടിൽ അതിനു മാത്രമായി കോടതി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, വലിയ വലിയ പണക്കാർ, വലിയ വലിയ വിദ്യാസമ്പന്നർ, അവരുടെ പോലും വിവാഹബന്ധങ്ങൾ ശിഥിലമാകുന്ന സാഹചര്യമുണ്ട്. എന്താ കാരണം? അടിസ്ഥാനപരമായൊരു പിഴവുണ്ട്. ആ സ്വകാര്യമാണ് മഹാരഹസ്യങ്ങൾ. അതാണ് മവദ്ദത്തും റഹ്മത്തും, കാരുണ്യവും സ്നേഹവും. വെറും സ്നേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കല്യാണം, അതാണ് തകരുന്നത്, അതാണ് അറ്റുപോകുന്നത്. അതേസമയം കാരുണ്യം കലർന്ന സ്നേഹം എന്ന് പറയുന്ന ഒന്നുണ്ട്. പെണ്ണിൻ്റെ മേനി എത്ര ചുളിഞ്ഞു പോയാലും, ആണ് എത്ര വളഞ്ഞു പോയാലും, ഒരു കുറവുമില്ലാതെ അനസ്യൂതം തുടരുന്ന പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാരാവാരം പോലെ കിടക്കുന്ന കുടുംബജീവിതം. അങ്ങനത്തെ കുടുംബജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കാരുണ്യം കലർന്ന സ്നേഹമുണ്ടാവണം. മവദ്ദത്തുൻ റഹ്മത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്, ഈ രണ്ട് മഹാരഹസ്യങ്ങൾ. നാലാമത്തെ പാഠത്തിൽ സ്ത്രീകളോട് മാന്യത കാണിക്കണം. മാത്രമല്ല അവരോട് സ്നേഹപൂർവം മാത്രം ഇടപഴകണം. അവർ പളുങ്കുകളാണ്. സ്ത്രീകളുടെ കാര്യം ആ അർത്ഥത്തിലായിരിക്കണം പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് എന്ന പാഠമാണ്. അവരെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. എന്താണെന്ന് വെച്ചാൽ, പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണ് വിഷമിക്കുന്നതിനെ, സ്ത്രീ വിഷമിക്കേണ്ടി വരുന്നതിനെ വേദനയോടെ കാണുന്നുണ്ട്. അതെവിടൊക്കെയാണ് എന്നത് ഈ പാഠത്തിലുണ്ട്. അതെല്ലാം ശരിക്കും മനസ്സിലാക്കി തന്നെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം സ്ത്രീ സമൂഹത്തോട് എത്രമാത്രം വലുതാണ്, അവരോടുള്ള അനുകമ്പ, ദീനാനുകമ്പ എത്ര വലുതാണ് എന്നതൊക്കെ അവർ മനസ്സിലാക്കണം. അഞ്ചാമത്തെ പാഠത്തിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനന്തരാവകാശം എന്നത്. ഇന്നത്തെ ലോകത്ത് ഒരുപാട് വലിയ സംസാരങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതൊരു സത്യമാണ്. പല അവകാശവാദങ്ങളുമായി പെണ്ണിനെ അവളുടെ രഹസ്യങ്ങളിൽ നിന്ന് വലിച്ചിറക്കി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക എന്നതല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. അവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, സ്ത്രീക്ക് ഇസ്ലാം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൾക്ക് സ്വത്തവകാശം അനുവദിച്ചു എന്നത്. വലിയ വലിയ സമൂഹങ്ങളിലൊന്നും സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇസ്ലാം സ്വത്തവകാശം നൽകി. അവൾക്ക് സമ്പാദിക്കാം, അവൾക്ക് സൂക്ഷിച്ചു വെക്കാം, അവൾക്ക് കച്ചവടം ചെയ്യാം, അവൾക്ക് ജോലി ചെയ്യാം. മാത്രമല്ല അവൾക്ക് അവളുടെ പിതാവിൻ്റെ സ്വത്തിൽ അവകാശവുമുണ്ട്. അപ്പം അത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീക്ക് ഇസ്ലാം അനന്തരാവകാശം വാങ്ങിക്കൊടുത്തു എന്നത്. അതാണ് അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്നത്.
അഞ്ചാമത്തെ പാഠത്തിൻ്റെ അനുബന്ധമാണ് ആറാമത്തെ പാഠം. കാരണം എന്താണെന്ന് വെച്ചാൽ അനന്തരാവകാശത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും അപ്പോൾ പലരും പറയും, ആണിൻ്റെ പകുതിയല്ലേ പെണ്ണിന് കൊടുക്കുന്നുള്ളൂ, എന്നിട്ടാണോ ഇത്രമാത്രം വലിയ വായിൽ സംസാരിക്കുന്നത്? അത് ഇസ്ലാമിനെ കൊച്ചാക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം മാത്രമാണ്, വേറൊന്നുമല്ല. ഒരേ ശ്രേണിയിൽ ഒരേപോലെ വന്നാൽ ആ പെണ്ണിനെ നോക്കാനും ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും ഒന്നിനു മാത്രം പോന്ന ആണുങ്ങൾ ഒരേ നിരയിൽ ഉണ്ടായിരിക്കുമ്പോൾ അവൾക്ക് പകുതി മാത്രം മതിയാകും. അതുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ അവൾക്ക് പകുതി മാത്രം മതി എന്ന് ഇസ്ലാം പറയുന്നുണ്ട്, അനന്തരാവകാശ നിയമം പറയുന്നുണ്ട് എന്ന് ശരിയാണ്. പക്ഷെ അതേസമയം എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പകുതിയെ സ്വത്ത് കൊടുക്കുന്നുള്ളൂ, സ്ത്രീകൾ പകുതി സ്വത്തിനെ അവകാശികളാകുന്നുള്ളൂ എന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. അത് എവിടേക്കെന്നുള്ളത് ഉദാഹരണ സഹിതം ആറാമത്തെ പാഠത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി റഫർ ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഏഴാമത്തെ പാഠത്തിൽ നിരപരാധികളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വൻ കുറ്റങ്ങളിൽ ഒന്നായി എണ്ണുന്ന കാര്യമാണ് നിരപരാധികളായ സച്ചരിതകളായ സ്ത്രീകളെക്കുറിച്ച് അപരാധം പറയുക എന്ന് പറയുന്നത്. നോക്കൂ, ആണുങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല, അത് പക്ഷേ ഈ അർത്ഥത്തിൽ ഈ ഗണത്തിൽപ്പെടുത്തി എടുത്തു പറയുന്നില്ല. മറിച്ച് നിരപരാധിയായ പെണ്ണുങ്ങൾ, കാരണം നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങളുടെ മനസ്സ് ലോലമാണ്. ചെറിയ ഒരു ആവശ്യമില്ലാത്ത അപരാധം അവരുടെ സമീപത്തു കൂടി കടന്നുപോയാൽ പോലും അവർക്കത് താങ്ങാൻ കഴിയില്ല, അവർക്ക് വലിയ വിഷമമുണ്ടാവും. അതുകൊണ്ട് അവരെക്കുറിച്ച് അപവാദം പറയരുതെന്ന് മാത്രമല്ല, അവരെക്കുറിച്ച് അപവാദം പറഞ്ഞാൽ അതിന് ദുനിയാവിലെ ശിക്ഷയുണ്ട്, ആഖിറത്തിലും ശിക്ഷയുണ്ട്. ആ ശിക്ഷകളൊക്കെ വിവരിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇസ്ലാം ഈ ലോകത്ത് വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ 5 അടിസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത് വലിയ ഒരു തത്വമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ തന്നെയും ഈ 5-ൽ 1 സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അതിന് അൽ-ളറൂരിയാത്തുൽ ഖംസ് എന്ന് പറയും. ആ 5 കാര്യങ്ങൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായി നന്നായി വിവരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക്. എട്ടാമത്തെ പാഠത്തിൽ വിവാഹം നിഷിദ്ധമായവർ ആരെല്ലാമെന്നാണ് പറയുന്നത്. അത് ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് വിവരിച്ചുകൊണ്ടാണ് നമ്മൾ പാഠത്തിൽ പറയുന്നത്. എട്ടാമത്തെ പാഠത്തിൽ അത് കൃത്യം ഒരു പട്ടികയാക്കി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആരെയൊക്കെയാണ് കാണാൻ പറ്റാത്തത്, ആരെയൊക്കെയാണ് ഉളുകൊടുത്താൽ തൊടാൻ പറ്റാത്തത്, ആരൊക്കെയാണ് തൊട്ടാൽ ഉളുമുറിയുന്നത്, ആരെയൊക്കെയാണ് വിവാഹം കഴിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് പോലും ഉത്തരം പറയാൻ സംശയമുണ്ടാകും. അപ്പോൾ ആ സംശയം ഉണ്ടാവാതിരിക്കാൻ, ആ സംശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പഠിച്ച കാലങ്ങളിൽ ഒരു പ്രസംഗം പോലെ പഠിച്ചു പോയതുകൊണ്ടാണ്. അത് അക്കാദമികമായി സമീപിച്ചുകൊണ്ട് പഠിച്ചിരുന്നുവെങ്കിൽ അതൊരിക്കലും മറന്നു പോകുമായിരുന്നില്ല. ഏതായിരുന്നാലും എട്ടാമത്തെ പാഠത്തിൽ അതാണ് പറയുന്നത്. 9ാമത്തെ പാഠത്തിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ അവകാശങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ആ അവകാശ അധികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവളെ ജീവിക്കാൻ അനുവദിച്ചു എന്നത് തന്നെയാണ്. അത് വിവരിക്കുകയാണ് 9ാമത്തെ പാഠം. 10ാമത്തെ പാഠത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. ആ സ്ത്രീകൾ, പ്രത്യേകിച്ചും ആർത്തവകാലത്തെ സ്ത്രീകൾ, അവർ നജസാണ്, അശുദ്ധമാണ്. ആർത്തവം എന്നാൽ മ്ലേച്ഛമാണ്. അത് എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്ന ഒരു തെറ്റായ വിശ്വാസവും ധാരണയുമായിരുന്നു. ഇസ്ലാം പക്ഷേ അത് അംഗീകരിക്കുന്നില്ല. ഇസ്ലാം ആർത്തവം എന്നാൽ എന്താണ്, ആർത്തവം എന്തിനുള്ളതാണ്, എങ്ങനെയാണ് ആർത്തവ സമയത്ത് സ്ത്രീകളെ സമീപിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അതിൻ്റെ കർമ്മശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പുസ്തകത്തിലെ 10ാമത്തെ പാഠം. അത് കഴിഞ്ഞാൽ പിന്നെ 11ാമത്തെ പാഠമാണ്. ആ പാഠം പർദ്ദ ധരിക്കാൻ പറയുമ്പോൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറച്ചു പിടിക്കാൻ പറയുമ്പോൾ
ആധുനിക സ്ത്രീകൾക്ക് വിമുഖതയുണ്ടാകുന്നുണ്ട്, അവർക്ക് പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ പ്രതിഷേധമോ ആ വിമുഖതയോ നാം പരിഗണിക്കുന്നില്ല. കാരണം അത് കാണുന്ന ലോകത്തിന് വേണ്ടിയുള്ളതല്ല, സ്ത്രീയെ പോറ്റുന്ന ലോകത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് സ്ത്രീക്ക് വേണ്ടിയുള്ളതാണ്. അവളുടെ സുരക്ഷയാണ് അവൾക്കുള്ള പർദ്ദ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പർദ്ദ ആചരിക്കൽ അവളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. അല്ലാതെ വന്നാൽ അതിൻ്റെ ദൂഷ്യം അനുഭവിക്കേണ്ടി വരിക അവൾ തന്നെയായിരിക്കും. അതേസമയം പർദ്ദ ആചരിക്കാൻ അവൾ മുന്നോട്ട് വന്നാൽ മഹത്വവും സുരക്ഷയും വർദ്ധിച്ചു കിട്ടുക മറ്റാർക്കുമല്ല, അവൾക്ക് തന്നെയാണ് എന്നതാണ്. അവസാനത്തെ പാഠം 12ാമത്തെ പാഠമാണ്. ആ പാഠത്തിൽ നമ്മൾ ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. കുടുംബജീവിതം ശരിയായ ദിശയിലേക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ ആണും പെണ്ണും അവരുടേതായ ചില ദാനങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ആണിൻ്റെ കാര്യവും പെണ്ണിൻ്റെ കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ആണിന് ചില പ്രത്യേകതകളുണ്ട്, അത് പൗരുഷത്തിൻ്റെ പ്രത്യേകതകളാണ്, അത് ആധിപത്യത്തിൻ്റെ പ്രത്യേകതകളാണ്. അതിനു വേണ്ട ശരീരമാണ്, ശബ്ദമാണ്, ജീവിത പരിസരമാണ് അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവൾക്ക് ഈ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയും എന്നതുപോലെ അവൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകളും സമഞ്ജസമായി പരസ്പരം ചേരുമ്പോഴാണ് ശാന്തമായൊരു കുടുംബം ഉണ്ടായിത്തീരുക. അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടായിത്തീരണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് ചിലതെല്ലാം പാലിക്കണം, ഭാര്യ ചിലതെല്ലാം പാലിക്കണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചിലതെല്ലാം പാലിക്കണം. അതിനെയാണ് ഹുഖൂഖു സൗജൈൻ എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താക്കളുടെ ബാധ്യതകൾ. ആ ബാധ്യതകൾ എണ്ണിപ്പറയുകയാണ് 12ാമത്തെ പാഠം. ആ പാഠം ആ അർത്ഥത്തിൽ തന്നെ സമയമെടുത്തുകൊണ്ട് വിവരിച്ച് പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്രയും പാഠങ്ങളാണ് ഈ പാഠപുസ്തകത്തിലുള്ളത്. അതിൽ ഇനി ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത്, ഈ പാഠപുസ്തകത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള 12 സന്ദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ആ സന്ദേശങ്ങളും അതിൻ്റെ അനുബന്ധങ്ങളും പാഠത്തിൽ അറബിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അറബിയിലല്ല പഠിപ്പിക്കേണ്ടത് പ്രധാനമായും മാതൃഭാഷയിലാണ്. അതേസമയം പുതിയ അറബി വാക്കുകൾ നാമങ്ങളായും അക്ഷരങ്ങളായും അവ്യയങ്ങളായും അതുപോലെ തന്നെ ക്രിയകളായും അത് സ്വരുക്കൂട്ടുവാൻ ഈ പാഠത്തിൽ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു ആ ദൗത്യത്തിൽ നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.